സുജേട്ടാ നമസ്കാരം. നമസ്കാരം. സുജേട്ടാ, എക്സിറ്റ് പോളുകൾ ഒരു കുത്തൊഴുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അപ്പോഴും ലെജൻസ് സെർച്ച് ചെയ്തത് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ എവിടെയാണ് എന്നുള്ളതാണ്. ഈ ടുഡേസ് ചാണക്യക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോളുകൾ വാച്ച് ചെയ്യാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 3 ടേമും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരും എന്ന് പറഞ്ഞത് ടുഡേസ് ചാണക്യ മാത്രമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും എന്ന് ടുഡേസ് ചാണക്യ ബോൾഡ് പ്രഡിക്ഷൻ നടത്തി എന്നുള്ളതാണ്. ടുഡേസ് ചാണക്യ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, 2-3 കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ എക്സാക്ട് സീറ്റ് അവർ പ്രവചിച്ചു, അതിന്റെ തൊട്ടടുത്ത് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ തന്നെ വളരെ ശ്രദ്ധ നേടുന്ന ഒരു എക്സിറ്റ് പോൾ ഏജൻസിയാണ് ഈ ടുഡേസ് ചാണക്യ എന്ന് പറയുന്നത്. ഇവരുടെ കുറച്ച് ഫലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2020 നമുക്ക് തുടങ്ങാം. 2020 അസംബ്ലി ഇലക്ഷന്റെ ഇവരുടെ പ്രഡിക്ഷൻ എങ്ങനെയായിരുന്നു? ആം ആദ്മി പാർട്ടി 54 സീറ്റ് നേടുമെന്നാണ് അവർ പറഞ്ഞത്. BJP 16 സീറ്റ് നേടുമെന്ന് പറഞ്ഞു. ആക്ച്വലി ആം ആദ്മി പാർട്ടി അവിടെ 62 സീറ്റും BJP 8 സീറ്റും നേടി. ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു റിസൾട്ടിന്റെ, പക്ഷെ നമ്പേഴ്സ് ഓഫ് ആയിരുന്നു. പക്ഷെ ഡയറക്ഷൻ വളരെ കറക്റ്റ് ആയിരുന്നു ടുഡേസ് ചാണക്യയുടെ. 2020 അസംബ്ലി ഇലക്ഷനിൽ BJP അതായത് NDA വീണ്ടും അധികാരത്തിൽ വരും എന്ന് ഇവർ കൃത്യമായിട്ട് പറഞ്ഞു. അത് കൃത്യമായിട്ട് വരികയും ചെയ്തു. പക്ഷെ മാർജിൻ ഓവർ എസ്റ്റിമേറ്റ് ആയിപ്പോയി. അത് വിഷയമുള്ള ഒരു കാര്യമില്ല. പക്ഷെ ഇവർ കൃത്യമായിട്ട് പ്രവചിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിൽ 2019 ഇലക്ഷനിൽ BJP 166 സീറ്റുകൾ പിടിക്കുമെന്ന് പറഞ്ഞു. ആക്ച്വൽ ക്ലോസ് ആയിരുന്നു. 161 സീറ്റുകൾ BJP അവിടെ പിടിച്ചു എന്നുള്ളതാണ് ടുഡേസ് ചാണക്യ അവിടെ പ്രവചിച്ചത്. 2019 അസംബ്ലി ഇലക്ഷനിലെ ഹരിയാന BJP 75 സീറ്റ് നേടി ഹ്യൂജ് മെജോറിറ്റി നേടുമെന്ന് പറഞ്ഞു. അവിടെ മാത്രമാണ് ഇവർക്ക് ഒരു മേജർ മിസ് വന്നത്. അന്ന് ഒരു ഹങ് അസംബ്ലിയാണ് വന്നത്. BJP ആക്ച്വലി 40 സീറ്റ് മാത്രമേ അവിടെ പിടിച്ചുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2019 ഇവർ ഈ പ്രവചനം നടത്തുന്നത്. ഇനി എല്ലാവരും പറഞ്ഞിരുന്ന ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, ലാസ്റ്റ് 2024 ഹരിയാന തെരഞ്ഞെടുപ്പ്. കാരണം നമ്മുടെ കേരളത്തിലെ പോൾ നീരാളി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഹരിയാന ഇത്തവണ BJP പിടിക്കില്ല, BJP ഭരണം പോകും. കാരണം അഗ്നിപത് സമരം ഹരിയാനയിൽ നിന്നാണ് വന്നത്, മറ്റേ ഗോദയിലെ സമരം, ഗുസ്തി സമരം ഹരിയാനയിൽ നിന്നാണ് വന്നത്, കർഷക സമരം ഹരിയാനയിൽ നിന്നാണ് വന്നത്. ഈ സമരത്തിന്റെ എല്ലാം പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഹരിയാനയിൽ BJP എങ്ങനെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് എല്ലാ എക്സിറ്റ് പോളുകളും BJPയെ എഴുതി തള്ളിയപ്പോൾ, ഭാരതീയ ജനതാ പാർട്ടി എഴുതി തള്ളിയപ്പോൾ 55+11 സീറ്റുകൾ പിടിച്ച് BJP അധികാരത്തിൽ വരും 2024 എന്ന് പറഞ്ഞ ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം ഈ ടുഡേസ് ചാണക്യയാണ്. 30 സീറ്റുകൾ അന്ന് കോൺഗ്രസ് നേടും എന്ന് പറഞ്ഞ ഇതും ഇവരായിരുന്നു. BJP 48 സീറ്റും കോൺഗ്രസ് 37 സീറ്റും എക്സാക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എത്തി എന്നുള്ളത് വേണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2014 ഇനി ഇലക്ഷൻ നോക്കാം. നമ്മുടെ BJPയുടെ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ. അന്ന് അവർ പറഞ്ഞത് NDA 340 സീറ്റ് നേടും എന്നാണ് ഇവർ പറഞ്ഞത്. ആക്ച്വലി NDA 336 സീറ്റ് നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വീണ്ടും വളരെ ക്ലോസ് ആയിട്ട് അവർ വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 2019 അവരുടെ പ്രവചനം കറക്റ്റ് ആയിരുന്നു. പിന്നെ 2023 ടേം മോദി സർക്കാർ വന്നപ്പോൾ ഇവര് 400+ പ്രവചിച്ചു. പക്ഷേ NDAക്ക് BJPക്ക് അന്ന് 296 സീറ്റ് എന്തോ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും ഒരു മേജർ മിസ് ഉണ്ടായി. ഇപ്പൊ എക്സിറ്റ് പോളുകളുടെ ഒരു വലിയ നീണ്ട നിര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടുഡേസ് ചാണക്യയുടെ തട്ട് അത് താന്ന് തന്നെ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ടുഡേസ് ചാണക്യയുടെ എന്തായിരിക്കും എന്ന് നോക്കുന്നത്. ഈ ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനം വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ടുഡേസ് ചാണക്യ പറയുന്നത് ഒരു ഹങ് അസംബ്ലിയാണ്. അതായത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു തൂക്ക് മന്ത്രിസഭ. അത് BJP ഇവർ വളരെ ബോൾഡായിട്ട് പ്രഡിക്ഷൻ നടത്തുന്നു. എല്ലാവരും 0 നിന്ന് 7 എത്തുമെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് 3 സീറ്റിൽ നിന്നും 11 സീറ്റുകൾ വരെ BJP പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു നിർണായക ശക്തിയാകുമെന്ന് പറയുന്നു. കൃത്യമായി ഇവിടെ ഒരു ഹങ് അസംബ്ലി വരെ തൂക്ക് മന്ത്രിസഭയായിരിക്കും ഇവിടെ വരാൻ പോകുന്നതാണ് ടുഡേസ് ചാണക്യ പറയുന്നത്. അത് മാത്രമല്ല, മേജർ കാസ്റ്റ് ഈസ് മൂവിംഗ് ഇൻ ദിസ് ഇലക്ഷൻ. ഹൗ മേജർ കാസ്റ്റ് ഈസ് മൂവിംഗ് ദിസ് ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു സർവേയും അവർ നടത്തിയിട്ടുണ്ട്. അതിൽ നായർ സമുദായം ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് BJPക്കാണ്, 39%. UDF-ന് 32%, LDF 28%. മുസ്ലിം വോട്ടുകൾ 4% മാത്രമേ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. 62% UDF-ന്, പൊളിറ്റിക്കൽ ഇസ്ലാം UDF-ലോട്ട് ചാഞ്ഞു. 33% LDF-ന് പോയി. ഈഴവ കമ്മ്യൂണിറ്റി 47% LDF-നും 32% BJPക്ക് വോട്ട് ചെയ്തു എന്ന് അവർ പറയുമ്പോൾ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 53% UDF-നും 11% BJPക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ SC 49, അതായത് ഏകദേശം ക്ലോസ് ടു 50 LDF-നാണ് വോട്ട് പോയിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. അപ്പൊ ടുഡേസ് ചാണക്യ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ടുഡേസ് ചാണക്യയുടെ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ചർച്ച ചെയ്യാനാണ് എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. എന്ത് തോന്നുന്നു ടുഡേസ് ചാണക്യയുടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച്? പിന്നെ BJPയുടെ ഒരു കാര്യം കൂടെ പറയാം. BJPയുടെ നമ്മുടെ ഈ ബംഗാൾ ഇലക്ഷൻ ഉണ്ടല്ലോ, മൃഗീയ ഭൂരിപക്ഷമാണ് പ്രവചിച്ചിരിക്കുന്നത് ടുഡേസ് ചാണക്യ. 190 സീറ്റുകളാണ് പ്രവചിച്ചത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നപ്പോഴും ടുഡേസ് ചാണക്യ പറഞ്ഞത് അനിയാനിൽ നമ്മൾ ഈ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എല്ലാ എക്സിറ്റ് പോളുകളും കഴിഞ്ഞ ദിവസമാണ് ടുഡേസ് ചാണക്യ ബംഗാളിന്റെ പുറത്ത് 190 സീറ്റുകളാണ് ഇവിടെ ബോൾഡായിട്ട് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നത്.
2021 ഈ ചാണക്യ പ്രൊഡിക്ഷൻ ആയിരുന്നു കേരളത്തിലെ LDF 99 സീറ്റ് പിടിക്കും എന്നുള്ളത്. അത് കൃത്യം തന്നെയായിരുന്നു. UDF വരും, BJP സീറ്റ് ഒന്നും ഉണ്ടായില്ല എന്നും വളരെ ക്ലിയർ ആയിട്ട് അവർ അന്ന് പറഞ്ഞിരുന്നു. അതും കൂടെ നമ്മൾ പറയണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഈ ന്യൂസ് ഇന്ത്യ മലയാളം സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF LDF നോക്കിയിരുന്നില്ല. കാരണം നമ്മൾ നോക്കിയത് BJP എത്ര സീറ്റ് കിട്ടുമെന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നത് 12 സീറ്റിൽ പൊരിഞ്ഞ മത്സരമാണ് നടക്കുന്നുള്ളതാണ്. ഇവർ ഈ പറയുന്ന 3-11 എന്ന സംഖ്യയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ 12 സീറ്റിലാണ് മത്സരം നന്നായിട്ട് നടക്കുന്നത്. ആ 12 സീറ്റ് ഏതൊക്കെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. നേരത്തെ തന്നെയുള്ള വീഡിയോകളൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് 6 മുതൽ മുകളിലേക്ക് 7-8 ഒക്കെ ലഭിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഏതായാലും അതിനെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇവര് വന്നിരിക്കുന്നത്. ചാണക്യ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇതിന് മുമ്പ് 2-3 സർവേകളും ഏകദേശം 5-ന് മുകളിൽ സീറ്റ് പറഞ്ഞ സർവേകളുണ്ട്. ചില സർവേ 14 വരെ പറഞ്ഞ സർവേയും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സർവേയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് വലിയ വിശ്വാസ്യതയില്ല എന്ന് തള്ളിക്കളയാനും കഴിയില്ല. നമ്മളിപ്പോ ഒരു ഏജൻസിയെ കൂടുതലായിട്ട് വിശ്വസിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലത്ത് അവർ നടത്തിയ പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ച് കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴവരെ അസസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്. ഇതിനകത്ത് പാളിപ്പോയി, എല്ലാവർക്കും പാളിപ്പോയ ഒരു തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി സർക്കാർ അതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒരു കാരണം കൂടിയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ആദ്യം അവർ പ്ലാനിട്ട സീറ്റുകൾ എന്ന് പറഞ്ഞാൽ BJP പ്ലാനിട്ട 350 ആയിരുന്നു. ഈ 350 സീറ്റിൽ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു. പക്ഷെ ഈ 350 സീറ്റിൽ അവർക്ക് വേണ്ടത്ര മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഹൈ പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ ടാർഗറ്റ് ഒന്ന് കൂട്ടി. BJP 350 എന്ന് പറഞ്ഞിട്ട് 400+ എന്നൊരു പുതിയ സ്ലോഗൻ. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച നമ്മൾ രണ്ടും ഉണ്ടായെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ഉള്ള സമയത്താണ് ഈ ന്യൂസിന്റെ ചർച്ച ചെയ്യുന്ന സമയത്ത്, അതായത് വളരെ BJP ചെയ്ത പണി വെച്ചാൽ 350 സീറ്റ് അവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു 350 താഴെ പോകും. അത് തന്നെയല്ല, പല മണ്ഡലങ്ങളിലും ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, പ്രവർത്തകർ വേണ്ട രീതിയിൽ ആക്റ്റീവ് അല്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പനി എന്തായിരിക്കും ചെയ്യുന്നത്? കൂടുതൽ ടാർഗറ്റ് ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ പ്രഷറിലേക്ക് ആക്കും. അതായത് ഇപ്പോ ധനുഷിന് ഞാനൊരു പണി ഏൽപ്പിക്കുന്നു, ധനുഷ് ഉഴപ്പെന്ന് വെച്ചാൽ ധനുഷിന് അറിയാം ഇത് നടന്നു പോകും, ഞാനില്ലെങ്കിൽ നടന്നു പോകും, ഇല്ലെങ്കിൽ ഞാൻ അത്ര വലിയ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ധനുഷിന് തരുന്ന ടാർഗറ്റ് ഡബിൾ ആക്കിയാൽ എന്ത് പറ്റും? ധനുഷ് പണിയെടുത്തേ പറ്റൂ. അതേപോലെ, അതായത് നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രം ജീവിക്കാനിരുന്ന കുറെ ജീവികളുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പുള്ളിയുടെ ഫോട്ടോ മാത്രം എടുത്ത് അവസാനം അമിത്ഷാ രാജസ്ഥാനിലെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മോദിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ വോട്ട് പിടിച്ചിട്ട് ആകണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബൂത്ത് തലത്തിൽ പോലും മധ്യപ്രദേശിലും UP യിലും രാജസ്ഥാനിലും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഇവരുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് ഇവർ ഈ 350 എന്നുള്ളത് 400 ബാർ, അതായത് 400 മോൾ 400+ എന്നുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് അതിന് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. ആ പ്രഷർ കൊടുക്കുകയും അതിനനുസരിച്ച് തന്നെ ഇവരുടെ PR വർക്കുകൾ, ഇവരുടെ ഓളം ഈ ജനങ്ങൾക്കിടയിലുണ്ടായത് ഇത് പെട്ടെന്ന് ബൂമിങ് എടുത്തു 400 എന്നുള്ളത്. കാരണം ഇവർക്ക് നന്നായി അറിയാം ഇത് 400 കിട്ടില്ല, 350 കിട്ടില്ല എന്നുള്ളത്. ആ ഒരു സാധനമാണ്, ആ ഒരു തള്ളിച്ച വന്നതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലും ഇത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു 400 മേളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അവിടെ അങ്ങനെയുള്ള ആളുകൾ എക്സിറ്റ് പോൾ ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോൾ അങ്ങനെ വന്നു കാണാൻ സാധ്യതയില്ല. എക്സിറ്റ് പോളിന് അപ്പുറം ഈ ഒപ്പീനിയൻ പോൾസിൽ ജനം പറഞ്ഞിട്ടുണ്ടാകും 400+ മോളി വരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു ഓളത്തിനാണ് ആ സർവേ തെറ്റാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ആ സർവേകൾ പൊളിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ ഹരിയാനയിലും മറ്റും വരുമ്പോഴത്തേനും, ഹരിയാനയിൽ വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ BJP വരും. അതിനുള്ള റീസൺ നമ്മൾ പറഞ്ഞു. വെറുതെ നമുക്കൊരു കാര്യം വരുമെന്ന് പറയാനായിട്ട് നമ്മൾ ജോത്സ്യനല്ല. അപ്പൊ നമ്മളൊരു റീസൺ പറയണം. അന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം അന്ന് എല്ലാവരും പറഞ്ഞില്ല, എനിക്ക് ധനുഷ് തന്നെ ചോദിച്ചു ജാട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണെന്ന്. പക്ഷെ ഒരു സത്യം എന്ന് വെച്ചാൽ ഹരിയാനയിൽ BJP ജാട്ടുകളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന പാർട്ടിയല്ല. അവിടുത്തെ OBC പിന്നോക്ക വിഭാഗങ്ങൾക്കിടയ്ക്ക് RSS ആണ് അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, BJP അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവർക്ക് നല്ല ഗ്രിപ്പുണ്ട്. അവരുടെ ആളായിരുന്നു ഖട്ടാറൊക്കെ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു വോട്ട് അവർക്ക് എപ്പോഴും ഉറപ്പിച്ചു നിർത്താൻ കഴിയും. അതായത് ജാട്ടുകളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർ ഏകീകരണം. ഇതൊരിക്കലും മറ്റുള്ളവർ ചിന്തിച്ചില്ല. ജാട്ട് എപ്പോഴും ഒരു എന്താണ് പറയുന്നത് യൂണിറ്റി ഉള്ള ഒരു ജാതിയാണ്. ഈ വോട്ടിങ്ങിൽ അവർ ഏകീകരിച്ച് ഒരു കൺസോൾട്ടേഷൻ അവർക്ക് എപ്പോഴും ഉണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്. കാരണം RSS തുടങ്ങിയത് ജാട്ടുകളുടെ ഇടയിലല്ല. കാരണം ഇവര് RSS തുടങ്ങുന്ന സമയത്തൊക്കെ അവരുടെ ദേവിലാൽ, ചവിട്ടാലാൽ അവരുടെ വലിയ വലിയ തലതൊട്ടപ്പന്മാരാണ് അവിടെ ഭരിക്കുന്നത്. ജനതാദളും ഒക്കെ ആയിട്ട് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കസ്റ്റഡിയിലുള്ള സംസ്ഥാനം.
അപ്പൊ അവിടെ നിന്ന് സംഘം വളർന്നു വരുന്നു, ശാഖകൾ വളർന്നു വരുന്നു, പിന്നീട് BJP വരുന്നു. അങ്ങനെയാണ് അവിടെ വന്നത്. അപ്പൊ അവരുടെ ബേസ് കിടക്കുന്ന ഇവിടെയാണ്. അപ്പൊ ആ ബേസിന്റെ ഓട്ടില്ലേ, അതാരും കണക്കൂട്ടിയില്ല. ഇവരെല്ലാവരും ജാട്ടിനെ കണക്കൂട്ടിക്കൊണ്ടിരുന്നു. കാരണം സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിൽ ജാട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കും. പക്ഷേ BJP അവിടെ ജാട്ടുകൾക്ക് സീറ്റ് കൊടുത്തില്ല, വളരെ കുറച്ച് സീറ്റേ കൊടുത്തുള്ളൂ. അത് മാത്രമല്ല, അവരവിടെ സ്ട്രോങ് ആണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഇലക്ഷന്റെ 3 ദിവസം മുമ്പ് 9 MLA-മാരെ എടുത്ത് പുറത്തു കളഞ്ഞു. ഇവർക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്ത് തന്നെ. ഒരു പാർട്ടി അത് ചെയ്യത്തില്ല, ഇലക്ഷന് 3 ദിവസം മുമ്പൊക്കെ എടുത്ത് ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, അവരുടെ വികസനം അവർക്ക് കൃത്യമായിട്ട് എല്ലായിടത്തും എത്തിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികളും മറ്റുമൊക്കെ ഡൽഹിയിലാണ് പോയി പഠിക്കുന്നതും വരുന്നതൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൈവേകളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിനെയൊക്കെ അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ ഇവർ ചെയ്ത പണിയെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കുടുംബയോഗങ്ങൾ, 70,000 കുടുംബയോഗങ്ങൾ RSS മാത്രം വിളിച്ചത്, ചെറിയ ചെറിയ കുടുംബയോഗങ്ങൾ. എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അവർ ചെയ്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒരു ഹൈവേ പോകുന്നു, ആ ഹൈവേ നിന്ന് ഈ റിമോട്ട് ഏരിയയിലേക്കുള്ള ചെറിയ ചെറിയ ഹൈവേകൾ കൂടി വെട്ടി കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഹൈവേയിലേക്ക് എത്തുന്ന ദൂരം മാത്രമേ ഉള്ളൂ, അതും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അവിടുന്ന് കയറി പെട്ടെന്ന് എവിടെ വേണമെങ്കിലും എത്താം എന്നുള്ള നിലയിലേക്ക് വന്നു. വികസനം ഒരു വലിയ അജണ്ടയാക്കി വന്നു. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാർ കട്ടക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് അത് കർഷക സമരം എന്ന് പറഞ്ഞാൽ അതൊരു ഖാലിസ്ഥാനി സമരമാണെന്ന് ഉള്ള പ്രചാരണത്തിന് വലിയ മുൻതൂക്കം ഹരിയാനയിൽ ലഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഖാലിസ്ഥാനികളെയും വേണ്ട, ഈ കച്ചറ ഉണ്ടാക്കുന്നവരെയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനം വലിയ രീതിയിൽ BJP-യിലേക്ക് തള്ളിക്കയറിയത്. ഇത് കാണാൻ പറ്റാതെ പോയി മാധ്യമങ്ങൾ. കാരണം ഒരുപക്ഷെ അവിടെയും സംഭവിച്ചത്, ഞാൻ നേരത്തെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഭവിച്ചതുപോലെ തന്നെ ജനത്തിനിടയിൽ ഹരിയാനയിലെ കോൺഗ്രസ് എന്ന് ഉള്ളൊരു ബൂമിങ് വരികയും ജനം ഒരുപക്ഷെ ഒപ്പീനിയൻ പോളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, BJP തോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ എക്സിറ്റ് പോളുകൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ബംഗാളിലൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോളിൽ എല്ലാവരും പ്രതികരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാ എക്സിറ്റ് പോളിനേക്കാളും 10 സീറ്റ് കൂടുതൽ BJP-ക്ക് കിട്ടും ബംഗാളിൽ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം പേടിയാണ്, പറയാൻ സാധ്യതയില്ല. തമിഴ്നാട്ടിലും ഭയമാണ്, പറയാൻ സാധ്യതയില്ല. ഈ കേരളത്തിൽ എല്ലായിടത്തും ഭയത്തിന്റെ ഒരു ഭാഗമുണ്ട് ഇതിൽ. അവരെന്തെങ്കിലുമൊക്കെ പറയും. കേരളത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ ഭയത്തിന്റെ ആവശ്യമില്ല, ഓപ്പൺ ആയിട്ട് തന്നെ പറയാൻ കഴിയുന്ന ഇടങ്ങളാണ്. ഇവിടെയാണ് കേരളത്തിൽ പറയുന്നത്. ഈ ടുഡേസ് ചാണക്യയുടെ ഈ സർവേ ഫലം വരുമ്പോൾ ശരിക്കും സന്തോഷിക്കുന്നത് നമ്മളാണ്. കാരണം നമ്മള് മാർച്ച് 17-ന് ഈ സീറ്റുകളുടെ എണ്ണവും കാര്യങ്ങളും പറയുമ്പോൾ അന്ന് ഒരു ചാനലും ഒരു മാധ്യമവും ഒന്നും പറഞ്ഞിരുന്നില്ല ഇത്രയും കിട്ടുമെന്നും ഏതൊക്കെയാണെന്നും ഒക്കെ. പക്ഷെ ഇത്രയും കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. വോട്ട് വെട്ടിക്കിടക്കുകയാണ്. എണ്ണി വരട്ടെ. എന്തായാലും നമ്മൾ പറയുന്നിടത്തേക്ക് തന്നെ ഈ കുറഞ്ഞ പക്ഷം ഈ എക്സിറ്റ് പോളുകളൊക്കെ എത്തുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇവരുടെയൊക്കെ ആദ്യത്തെ ഘട്ട സർവേ ഉണ്ടായിരുന്നു, അതിൽ മിക്കവാറും എല്ലാവരും BJP-ക്ക് 0 ആണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. 30 മണ്ഡലങ്ങൾ, അതിലെ 12 മണ്ഡലങ്ങൾ ഏറ്റവും ടൈറ്റുള്ള മണ്ഡലങ്ങൾ, അതിൽ 6 മുതൽ 7 8 സീറ്റുകൾ BJP-ക്ക് നേടാം എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും സന്തോഷം. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം, ഏപ്രിൽ 17-ാം തീയതി നമ്മളെ ഒരു വാർത്ത ആദ്യം കൊടുക്കുന്ന നമ്മളാ, വെസ്റ്റ് ബംഗാൾ പിടിക്കുന്നു. അതിന് താഴെ വന്ന് ഒരുപാട് കമന്റ് ഉണ്ട്, നിങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്ന് പറയും. പിന്നെ വൃത്തിയായിട്ട കമന്റുകളും വേറെ ഉണ്ട്. അത് പൊട്ട രാഷ്ട്രീയ എതിരാളികൾ ചെയ്യുന്ന കമന്റുകളാണ്, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പൊ ഇതാണ് അതിനകത്തെ കാര്യം. എന്തായാലും ഇവരുടെ ഒരു സർവേ ഇതുവരെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അതും അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ 29-ാം തീയതി ഞാനും ധനുഷും ഇരുന്ന ചർച്ചയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. 3 സംസ്ഥാനം BJP-ക്ക് ഉള്ളതാ, ആസാം, പുതുച്ചേരി, ഈ പറയുന്ന ബംഗാൾ. 3 BJP, വെസ്റ്റ് ബംഗാൾ 3 നേടും. തമിഴ്നാട്ടിനെ കുറിച്ച് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല, നേടുമെന്നോ പിടിക്കുമെന്നോ പറയുന്നില്ല. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഈ വിജയ് ഒരു ഫാക്ടറാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിജയ് ജയിച്ചില്ലെങ്കിൽ, വിജയുടെ പാർട്ടിക്ക് വലിയ ജയം കിട്ടിയില്ലെങ്കിൽ പോലും അവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. അത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് അവർ പിടിക്കും. ഇന്നലെ ഞാൻ അറിയുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഈ AIDMK ആളുകളൊക്കെ ഈ വിജയുമായിട്ട് ഇപ്പൊ കണക്ട് ചെയ്യാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ വിജയ് മുഖ്യമന്ത്രി ആയിക്കൂടൊന്നുമില്ല കേട്ടോ. ഒരു 10 70 സീറ്റൊക്കെ വിജയുടെ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇളയ ദളപതി ചിലപ്പോ നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി ആകാം. കാരണം AIDMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാ. കാരണം ഈ സ്റ്റാലിനെ പുറത്തു തള്ളാൻ വേണ്ടിട്ട്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലെന്ന് അറിയില്ല. വിജയുടെ പാർട്ടിക്ക് അവര് ഭരിക്കുമെന്നല്ലേ ഇന്നലെ വേറൊരു സർവേ പറഞ്ഞത്. 120 സീറ്റ് കിട്ടി ഭരിക്കുമെന്നല്ലേ പറഞ്ഞത്. അല്ല, ഞാൻ പറയുകയാണ്, അത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 10 30 കിട്ടിയാൽ പോലും സാധ്യതകളുണ്ട്. കാരണം നല്ല ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. AIDMK BJP സഖ്യത്തിന് അത്രയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും അവരിപ്പോ വിജയുമായിട്ട് ചർച്ച ചെയ്യാനൊക്കെ പോകുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ കൂട്ടുകക്ഷിയായിരിക്കും. എന്തായാലും വിജയ് മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ വിജയ് പഴയ പണിക്ക് തന്നെ പോകേണ്ടി വരും. സിനിമ തന്നെയായിരിക്കും പുള്ളിക്ക് ഏറ്റവും പിന്നെ സൂട്ടായിട്ടുള്ളൊരു കാര്യം. ഇത് സാധ്യതയുണ്ട്. അതാണിപ്പോ അത് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്നിപ്പോ 1-ാം തീയതിയാണ്. ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞാല് നമുക്ക് 48 മണിക്കൂർ കഴിഞ്ഞാൽ നിർണായകമായി പോകുന്ന ഒരു ദിവസമാണ് ഇനി ഉള്ളത്.